തമിഴകത്തിന്റെ തലയാകാൻ ചിന്നവർ എത്തുന്നു. ചെന്നൈ ചെപ്പോക്കിൽ നിന്നും നിയമസഭയിലേക്ക് എത്തിയ ഉദയനിധി സ്റ്റാലിൻ 3-ാം വർഷത്തിൽ തമിഴ്നാട് ചരിത്രത്തിലെ 3-ാം ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. എം.കെ. സ്റ്റാലിനും ഒ. പനീർസെൽവത്തിനും ശേഷം തമിഴകത്ത് വീണ്ടും ഒരു ഉപമുഖ്യമന്ത്രി. മകനെ രംഗത്തിറക്കി ദളപതി വിജയുടെ മുന്നേറ്റത്തിന് ചെക്ക് വെക്കാനാണ് സ്റ്റാലിന്റെ നീക്കം. മുത്തുവേൽ കരുണാനിധിക്കും എം.കെ. സ്റ്റാലിനും പിൻഗാമി. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ അമരത്തേക്ക് എത്തുകയാണ് ഉദയനിധി സ്റ്റാലിൻ. വെള്ളിത്തിരയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് എത്തിയ ഉദയനിധി 2019-ൽ DMKയുടെ യൂത്ത് വിംഗ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നാലെ 2021-ൽ ചെപ്പോക്ക് മണ്ഡലത്തിൽ നിന്നും ജയിച്ച് MLA ആയി. 2022-ലാണ് മന്ത്രിസഭയിലെത്തുന്നത്. ഇപ്പോഴിതാ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കും. കായിക മന്ത്രി ആയിരിക്കെയുള്ള മികച്ച പ്രകടനം, സനാതനധർമ്മ വിവാദത്തിൽ അടക്കമുള്ള അണുവിടമാറാത്ത നിലപാട്, BJPക്കെതിരെയുള്ള നിരന്തര കടന്നാക്രമണങ്ങൾ, പാർട്ടിക്കുള്ളിലും ജനങ്ങൾക്കിടയിലും ഇന്ന് ഏറെ സ്വീകാര്യനാണ് ഉദയനിധി സ്റ്റാലിൻ. തമിഴക രാഷ്ട്രീയത്തിൽ വിജയ് കൊടുങ്കാറ്റാവുന്ന കാലത്ത് യുവാക്കളെ പാർട്ടിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് DMK നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണ രംഗത്ത് ശക്തമായ പ്രവർത്തനമാണ് ഉദയനിധി കാഴ്ചവെച്ചത്. തമിഴക വെട്രിക്കഴകം രൂപീകരിച്ച് വിജയ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ്. വിജയ്ക്ക് ഒത്ത എതിരാളിയായി ഉദയനിധിയെ രംഗത്തിറക്കുകയാണ് സ്റ്റാലിൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദയനിധി സ്റ്റാലിന്റെ തേരിലേറിയായിരിക്കും DMK പ്രചാരണം. ദളപതി വേഴ്സസ് ഉദയനിധി പോരാട്ടത്തിൽ ജനം ആരുടെ കൂടെ നിൽക്കുമെന്ന് കണ്ടറിയാം.